ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അബി സ്പോട്ട് ലക്ക്. ഇന്ന് നമ്മൾ അൽഫാം വിത്ത് കുബൂസ് എന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടി ആദ്യം ഒരു കടായിലേക്ക് മല്ലി, കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക, ചെറുജീരകം, വറ്റൽമുളക് എന്നിവ ചേർത്തൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ നല്ല ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. അത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കിയതാണ്. പിന്നെ നമ്മൾ വറുത്തെടുത്ത സാധനങ്ങൾ പൊടിച്ചെടുക്കണം. നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളി, പുതിനയില, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എന്നിവ ഒരു പാത്രത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ലപോലെ പേസ്റ്റ് പരുവത്തിയാവണം. എന്നിട്ട് ഒരു ഉരുളിക്കകത്ത് തൈര്, ലെമൺ ജ്യൂസ്, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന പൊടി, എന്നിട്ട് നല്ലപോലെ ഒന്നും ആ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ട് അരച്ചെടുത്ത് ജ്യൂസ് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. എന്നിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മണിക്കൂർ നമുക്ക് വെക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തിന്നണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് കുബൂസ് എത്ര വേണം എന്നുള്ള അളവൊക്കെ ആയിട്ട് മൈദ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ച വെള്ളമുണ്ട്, അത് നമ്മൾ 1 മണിക്കൂർ വെക്കണം. അതിന് ശേഷം നമ്മൾ ആ മൈദയിലോട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മാവിൻ്റെ പരുവാക്കണം. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു 2 hours നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം 2 hours ശേഷം നമ്മൾ ആ മാവെടുത്ത് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അത് നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സാക്കി കുഴച്ചെടുക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുളകളായിട്ട് ഒരു പ്ലേറ്റിലിട്ട് വെക്കും. ഉരുളകളാക്കിയിട്ട് നമ്മൾ അതുണ്ടല്ലോ, അത് നമ്മൾ പരത്തുന്ന സാധനത്തിലോട്ട് ഇട്ട് കൊടുത്ത് പരത്തിയെടുക്കലാണ് ഉള്ള ടാസ്ക്. നമുക്കിനി സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സോസോ കെച്ചപ്പോ ഇട്ട് കൊടുക്കാം. സോസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. ടർമറിക് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷം ചില്ലി ഫ്ലേക്സിന് ഇടുന്നതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ മൈദാമാവ് കുഴച്ച് വെച്ചിരുന്ന ഉരുള ആക്കി വെച്ചത് നമ്മളിനി പരത്തിയെടുക്കാം. അതിന് വേണ്ടി നമ്മൾ പരത്തുന്ന സാധനത്തിലോട്ട് മൈദ ഇത്തിരി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഉരുളയില്ലേ, മൈദ വെച്ചുണ്ടാക്കിയ ആ ഉരുള എടുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് അമർത്തിയിട്ട് പരത്തിയെടുക്കാം. ഇതേ കണക്ക് എല്ലാം പരത്തിയെടുക്കണം. ഇത് കണക്ക് എല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കണം. അതിന് വേണ്ടി ദോശക്കല്ലിലിട്ടാണ് ഞങ്ങൾ ചുട്ടെടുക്കുന്നത്.
അതിനകത്തോട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും തിരിച്ചിടണം. ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടണം. അതേ കണക്ക് എല്ലാം ചുട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എടുത്തിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതേ കണക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ ആ ചിക്കൻ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ സോസ് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു ഉരുളക്കകത്ത് എല്ലാ ചിക്കനും പൊരിച്ചെടുത്തത് ആ ഉരുളക്കകത്ത് ഇട്ടതിന് ശേഷം കനലെടുത്ത് ചെറിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് അത് അടച്ചു വെക്കണം. അതേ കണക്ക് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ടേസ്റ്റി ജ്യൂസി അൽഫാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുബൂസും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.